നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഉള്ളാൾ സഹകരണ ബാങ്കിലെ കവർച്ചാ കേസിൽ കൂടുതൽ പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതം. കർണാടകയിൽ കൊള്ളയും കൊലപാതകവും തട്ടിക്കൊണ്ടുപോകലും തുടർക്കഥയാവുന്നതിൽ ആശങ്ക ഉയരുന്നു. കാസർഗോഡ് മൊഗ്രാലിൽ മുൻ ഭാര്യയുമായി സൗഹൃദമുണ്ടെന്ന് ആരോപിച്ച് ഓട്ടോ ഡ്രൈവറെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമം. സംഭവത്തിൽ കൊലക്കേസ് പ്രതിയും കൂട്ടാളിയും അറസ്റ്റിൽ. പൂച്ചക്കാട് അബ്ദുൽ ഗഫൂർ ഹാജി വധക്കേസിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കാൻ അന്വേഷണ സംഘം. കേസിൽ അറസ്റ്റിലായ 4 പ്രതികളുടെയും ശബ്ദ പരിശോധന പൂർത്തിയായി. CPM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി CPIM അച്ചാനൂർ ലോക്കൽ സംഘാടക സമിതി സർഗജ്വാല കാവ്യസായാഹ്നം സംഘടിപ്പിച്ചു. വിലക്കയറ്റം തടയണമെന്ന ആവശ്യം RSP കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷനിലേക്ക് RSP ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു. കോടോത്ത് തറവാട് പതിക്കാൽ കളിയാട്ടത്തിന് തുടക്കമായി. വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. മെഡിസെപ് സർക്കാർ വിഹിതത്തോടെ കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കണമെന്ന ആവശ്യം. സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും പണിമുടക്ക് നടത്തി. വാർത്തകൾ വിശദമായി. കർണാടകയിൽ പട്ടാപ്പകൽ ബാങ്ക് കൊള്ളയും വാഹനയാത്രക്കാരെ ആക്രമിച്ചുള്ള കവർച്ചയും തുടർക്കഥയാകുന്നത് ആശങ്ക ഉയർത്തുന്നു. ബിദറിൽ സുരക്ഷാ ജീവനക്കാരനെ വെടിവെച്ചു കൊന്ന് 94 ലക്ഷം രൂപയാണ് കവർച്ച ചെയ്തത്. മംഗളൂരു ഉള്ളാളിൽ തോക്ക് ചൂണ്ടിയ സംഘം ബാങ്കിലെ മുഴുവൻ സ്വർണവും പണവും കവരുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ മൈസൂരുവിൽ മലയാളി വ്യവസായിയുടെ കാറ് തടഞ്ഞ് 1.5 ലക്ഷത്തോളം രൂപയും വാഹനവും കവർച്ച ചെയ്തു. തെളിവെടുപ്പിനിടെ പ്രതി പോലീസിനെ ആക്രമിച്ചതിനെ തുടർന്ന് വെടിവെച്ചിടേണ്ട സാഹചര്യവും ഉണ്ടായി. കർണാടകയെ നടുക്കിയ ബാങ്ക് കൊള്ള കേസിലെ മുഖ്യപ്രതിയെ തെളിവെടുപ്പിനെത്തിച്ചപ്പോഴായിരുന്നു നാടകീയ സംഭവങ്ങൾ. ഉള്ളാൾ ബാങ്ക് കവർച്ചാ കേസിലെ സൂത്രധാരൻ മുംബൈ സ്വദേശി കണ്ണൻ മണിക്കു നേരെയാണ് പോലീസ് വെടിവെച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. സ്ഥലത്തുനിന്ന് ലഭിച്ച പൊട്ടിയ മദ്യക്കുപ്പി കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥരായ അഞ്ജനപ്പ, നിതിൻ എന്നിവരെ പ്രതി ആക്രമിക്കാൻ ശ്രമിച്ചു. പോലീസ് വെടിവെപ്പിൽ കാലിന് പരിക്കേറ്റ മണിയെയും ഇയാളുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയും മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസമാണ് ഉള്ളാൾ കോട്ടേക്കാർ സഹകരണ ബാങ്കിൽ തോക്ക് ചൂണ്ടി 4 കോടി രൂപ കൊള്ള നടത്തിയ കേസിൽ 6 അംഗ സംഘത്തിലെ 3 പേരെ കർണാടക പോലീസിന്റെ പ്രത്യേക സംഘം പിടികൂടിയത്. മുഖ്യ സൂത്രധാരൻ കണ്ണൻ മണിക്ക് പുറമെ തമിഴ്നാട് തിരുവണ്ണാമലൈ പത്മനേരി സ്വദേശി മുരുകണ്ടി തേവർ, മുംബൈ സ്വദേശി ജോഷ്വ രാജേന്ദ്രൻ എന്നിവരാണ് തിരുനെൽവേലിയിൽ നിന്ന് പിടിയിലായത്. സംഘത്തിൽ നിന്ന് കവർച്ചാ മുതലിന്റെ ഒരു ഭാഗം പോലീസിന് കണ്ടെടുക്കാനായി. കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച കറുത്ത ഫിയറ്റ് കാറും തോക്ക് ഉൾപ്പെടെയുള്ള ആയുധങ്ങളും സംഘത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പ്രതികൾ കേരളത്തിലൂടെ തമിഴ്നാട്ടിലേക്ക് കടക്കുകയായിരുന്നെന്നും കവർച്ചയ്ക്ക് 2 മാസം മുൻപ് മംഗളൂരുവിലെത്തി പദ്ധതി തയ്യാറാക്കിയിരുന്നെന്നുമാണ് പോലീസ് പറയുന്നത്. മുംബൈയിൽ വെച്ചാണ് ഇവർ കവർച്ച ആസൂത്രണം ചെയ്തത്. മറ്റു പ്രതികൾക്കായി തിരച്ചിൽ തുടരുകയാണ്. കവർച്ചാ സംഘത്തിന് തദ്ദേശീയരുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യവും അന്വേഷിക്കുന്നുണ്ട്. ഇതിനിടയിൽ ബംഗളൂരു ബീദറിൽ 2 സുരക്ഷാ ജീവനക്കാരെ വെടിവെച്ച് കൊലപ്പെടുത്തി 94 ലക്ഷം രൂപ കവർച്ച ചെയ്ത കേസിൽ പ്രതികളെ പിടികൂടാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. SBI ബാങ്കിന്റെ ATMിലേക്ക് നിറയ്ക്കാൻ കൊണ്ടുവന്ന പണമായിരുന്നു കവർന്നത്. ഛത്തീസ്ഗഡ് സ്വദേശി മഹേഷും കൂട്ടാളിയുമാണ് സംഭവത്തിന് പിന്നിലെന്ന് പോലീസിന് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. ഹൈദരാബാദിലെത്തിയ മഹേഷ് അവിടെയുള്ള ട്രാവൽ ഏജൻസിയിൽ വെടിവെപ്പ് നടത്തി രക്ഷപ്പെടുകയായിരുന്നു. ഇയാൾ ഛത്തീസ്ഗഡിലേക്ക് കടന്നതായും സൂചനയുണ്ട്. പ്രതിക്കായി പ്രത്യേക സംഘത്തെ രൂപീകരിച്ചാണ് അന്വേഷണം. മൈസൂരു റോഡിലാണ് മറ്റൊരു കവർച്ച ഉണ്ടായത്. മലയാളിയായ വ്യവസായി സൂഫിയുടെ കാർ തടഞ്ഞു നിർത്തി 1.5 ലക്ഷം രൂപയും കാറും അക്രമികൾ തട്ടിയെടുത്തു. ഈ സംഭവത്തിലും പ്രതികളെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. തുടർച്ചയായ ദിവസങ്ങളിൽ കൊള്ളയും കൊലപാതകവും ഉണ്ടായ സാഹചര്യത്തിൽ ആഭ്യന്തരമന്ത്രി DK ശിവകുമാറിന്റെ നേതൃത്വത്തിൽ ബംഗളൂരുവിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു. ന്യൂസ് ഡെസ്ക് സിറ്റി. കാസർഗോഡ് മൊഗ്രാലിൽ മുൻ ഭാര്യയുമായി സൗഹൃദമുണ്ടെന്നാരോപിച്ച് ഓട്ടോ ഡ്രൈവറെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമം. സംഭവത്തിൽ കൊലക്കേസ് പ്രതിയും കൂട്ടാളിയും അറസ്റ്റിൽ.
കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മൊഗ്രാൽ സ്കൂളിന് സമീപത്താണ് സംഭവം. പെർവാഡ് മളിങ്കര ഹൌസിലെ ഓട്ടോ ഡ്രൈവർ അബൂബക്കർ സിദ്ദീഖിനെയാണ് ക്രൂരമായി ആക്രമിച്ചത്. സംഭവത്തിൽ ചൌക്കി കല്ലങ്കൈ സ്വദേശി ഹബീബ് എന്ന അഭിലാഷ്, ദേർലഘട്ടയിലെ AB മൻസിലിൽ അഹമ്മദ് കബീർ എന്നിവരെ കുമ്പള പോലീസ് അറസ്റ്റ് ചെയ്തു. ഹബീബ് എന്ന അഭിലാഷിന്റെ മുൻ ഭാര്യയുമായി ഓട്ടോ ഡ്രൈവറായ അബൂബക്കർ സിദ്ദീഖിന് സൗഹൃദം ഉണ്ടെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണമെന്ന് പോലീസ് പറയുന്നു. 2023 നടന്ന സമൂസ റഷീദ് കൊലക്കേസ്, കഞ്ചാവ് കടത്ത്, വധശ്രമം, സ്ത്രീകളെ മർദ്ദിക്കൽ, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങി 10ഓളം കേസുകളിൽ പ്രതിയാണ് ഹബീബ് എന്ന അഭിലാഷ്. കാപ്പ ചുമത്തി ജയിലിൽ അടച്ചിരുന്നു. അടുത്തിടെയാണ് ഇയാൾ പുറത്തിറങ്ങിയത്. അഹമ്മദ് കബീറിനെതിരെയും കേസ് നിലവിലുണ്ട്. ഒമ്നി വാനിൽ എത്തിയാണ് പ്രതികൾ അക്രമം നടത്തിയത്. വാഹനം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ ഇരുവർക്കുമെതിരെ വധശ്രമത്തിന് കേസെടുത്തു. കുമ്പള പോലീസ് ഇൻസ്പെക്ടർ KP വിനോദ് കുമാറിന്റെ നേതൃത്വത്തിൽ SI-മാരായ VK വിജയൻ, ഗണേഷ്, ASI പ്രസാദ് എന്നിവരടക്കമുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കുമ്പള. കാസർഗോഡ് പൂച്ചക്കാട് അബ്ദുൾ ഗഫൂർ ഹാജി വധക്കേസിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കാൻ അന്വേഷണ സംഘം. ഗൂഢാലോചനയിലടക്കം പങ്കാളികളായവരെയാണ് പ്രതി ചേർക്കുന്നത്. പാത്തോട്ടി എന്ന പേരിൽ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയായിരുന്നു സംഘത്തിന്റെ ആശയവിനിമയമെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനിടയിൽ കേസിലെ അറസ്റ്റിലായ 4 പ്രതികളുടെയും ശബ്ദപരിശോധന പൂർത്തിയായി. പ്രവാസി വ്യവസായി പൂച്ചക്കാട്ടെ അബ്ദുൾ ഗഫൂർ ഹാജിയെ കൊലപ്പെടുത്തുകയും 596 പവൻ സ്വർണം കവർച്ച ചെയ്യുകയും ചെയ്ത കേസിൽ മന്ത്രവാദിനി ജിന്നുമ്മ എന്ന ഷമീന, ഭർത്താവ് ഉബൈസ്, ജിന്നുമ്മയുടെ സഹായികളായ അസ്നിഫ, ആയിഷ എന്നിവരാണ് റിമാൻഡിലുള്ളത്. കൂടുതൽ പേരെ പ്രതി ചേർക്കാനുള്ള തീരുമാനത്തിലാണ് DYSP KJ ജോൺസന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം. ഗൂഢാലോചനയിൽ അടക്കം പങ്കാളികളായവരെയാണ് പ്രതി ചേർക്കുക. സംഘാംഗങ്ങളുടെ ഫോണുകളിൽ നിന്ന് നിരവധി ഡിജിറ്റൽ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഫോണുകളിൽ നിന്ന് പല സന്ദേശങ്ങളും ചിത്രങ്ങളും വീഡിയോകളും ഡിലീറ്റ് ചെയ്തെങ്കിലും അവയെല്ലാം വീണ്ടെടുക്കുകയായിരുന്നു. പാത്തോട്ടി എന്ന പേരിൽ ഉണ്ടാക്കിയ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയായിരുന്നു ജിന്നുമ്മയുടെയും സംഘത്തിന്റെയും പരസ്പരമുള്ള ആശയവിനിമയം. ഗഫൂർ ഹാജി കൊലപാതകത്തിന് മുമ്പും ശേഷവും ഈ ഗ്രൂപ്പിൽ ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അന്വേഷണ സംഘം ചോദ്യം ചെയ്ത ഉടനെ ഗൾഫിലേക്ക് കടന്ന മൊവൽ സ്വദേശി ഉവൈസാണ് പാത്തോട്ടി വാട്സപ്പ് ഗ്രൂപ്പ് അഡ്മിൻ. 8 പേരാണ് ഗ്രൂപ്പിലുള്ളത്. ഗൾഫിലായിരുന്ന അബ്ദുൾ ഗഫൂർ ഹാജിയെ ബിസിനസ് തുടങ്ങാം എന്ന് പറഞ്ഞാണ് ജിന്നുമ്മ വിളിച്ചു വരുത്തുന്നത്. ഇത് സംബന്ധിച്ച ചാറ്റുകളും കണ്ടെത്തിയിട്ടുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ മന്ത്രവാദം നടത്തുമ്പോൾ മന്ത്രിച്ചു നൽകുന്ന തകിടുകൾ ബംഗളൂരുവിൽ നിന്ന് വലിയ തോതിൽ വാങ്ങിയതിന്റെ തെളിവുകളും പോലീസ് കണ്ടെത്തി. ഇതിനിടയിൽ കേസിൽ അറസ്റ്റിലായ 4 പ്രതികളുടെയും ശബ്ദപരിശോധന നടത്തി. കണ്ണൂർ ആകാശവാണി നിലയത്തിലെത്തിച്ചാണ് ശബ്ദപരിശോധന പൂർത്തിയാക്കിയത്. ഫോണിൽ നിന്ന് ലഭിച്ച ശബ്ദം ഇവരുടേത് തന്നെയെന്ന് ആധികാരികമായി തെളിയിക്കാനാണ് പരിശോധന നടത്തിയത്. പ്രതികളെ കൊച്ചിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. 25-ാം തീയതി 5 മണിക്ക് 4 പേരെയും വീണ്ടും കോടതിയിൽ ഹാജരാക്കണം എന്ന വ്യവസ്ഥയിൽ ചൊവ്വാഴ്ചയാണ് പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. ഇതോടെ 3 തവണയായി 13 ദിവസം പ്രതികളെ തെളിവെടുപ്പിന് പോലീസ് കസ്റ്റഡിയിൽ കിട്ടി. 2023 ഏപ്രിൽ 14-നാണ് പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി MC അബ്ദുൾ ഗഫൂർ ഹാജിയെ സ്വന്തം വീട്ടിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്വാഭാവിക മരണമെന്ന നിലയിൽ കരുതി കബറടക്കം നടത്തിയ മൃതദേഹം 15 ദിവസത്തിനു ശേഷം പുറത്തെടുത്ത് മൃതദേഹ പരിശോധന നടത്തി. മരണത്തിന് പിന്നാലെ 596 പവൻ സ്വർണ്ണാഭരണങ്ങൾ കാണാതായതോടെ ഗഫൂർ ഹാജിയുടെ മകൻ മുഖ്യമന്ത്രിക്കും ബേക്കൽ പോലീസിലും പരാതി നൽകിയതിനെ തുടർന്നാണ് പോസ്റ്റ്മോർട്ടം വേണ്ടി വന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. CPM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി CPM അച്ചാനൂർ ലോക്കൽ സംഘാടക സമിതി സർഗജ്വാല കാവ്യ സായാഹ്നം സംഘടിപ്പിച്ചു. വെള്ളിക്കോത്ത് നടന്ന പരിപാടി പ്രശസ്ത കവി ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഫെബ്രുവരി 5, 6, 7 തീയതികളിലായാണ് കാഞ്ഞങ്ങാട്ട് വെച്ച CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനം നടക്കുന്നത്. പരിപാടിയുടെ ഭാഗമായി അജാനൂർ ലോക്കൽ സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ സർഗജ്വാല കാവ്യസായാഹ്നം വെള്ളിക്കോത്ത് വെച്ച് നടന്നു. പ്രശസ്ത കവി ആലങ്കോട് ലീലാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അമ്മയുടെ താരാട്ടുപാട്ട് കേൾക്കാത്ത ഒരാളുണ്ട്. ഇപ്പൊ കുഞ്ഞിരാമൻ നായർ വരെ ഈ പാരമ്പര്യം നിലനിൽക്കുന്നുണ്ട്. കുഞ്ചത്താചാര്യ വാസ്തവത്തിൽ ജനങ്ങളുടെ പാട്ടിൽ നിന്നാണ് കിളിപ്പാട്ടുണ്ടാക്കുന്നത്. ഗണക കവി എന്നറിയപ്പെട്ട പഴയൊരു കവി ചന്ദന
മന്ദമാരുതമേറ്റ് കിന്ദിഷ പാടിവരും സുന്ദരി കിളിപ്പെണ്ണെ എന്നെഴുതിയ പാട്ടെന്നാണ് വാസ്തവത്തിൽ കിളിപ്പാട്ട്. ചാരികപ്പൈതലെ ചാരുശീലെ വലിയ ഗാരോമലയെ കഥാശേഷവും ചൊല്ലുകനി എന്ന ആ കിളി വരുന്നത് കൈനോട്ടക്കാരിയായ ഒരു പുറത്തീന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയാം, കൈനോട്ടക്കാരായിട്ടുള്ള സാധാരണായ ആളുകളുടെ പാട്ടിൽ നിന്നും അവരുടെ കിളിയെ കടം കൊണ്ടിട്ടാണ് തുഞ്ചത്താചാര്യൻ ജനങ്ങളുടെ കവിത എഴുതിയത്. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി VM വിനയചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. KP സതീഷ് ചന്ദ്രൻ, V രവീന്ദ്രൻ മാസ്റ്റർ, VV രമേശൻ, അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ, ദിവാകരൻ വിഷ്ണുമംഗലം, K രാജ്മോഹനൻ, PVK പനയാൽ, C ബാലൻ, ജയചന്ദ്രൻ കുട്ടമത്ത്, KV സുജാത, അഡ്വക്കേറ്റ് C ഷുക്കൂർ, മൂലക്കണ്ടം പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. കാവ്യസായാഹ്നത്തിൽ മഹിപാൽ, സായി ലക്ഷ്മി, മധു പണിക്കർ, നിയതി ശങ്കർ, വൃന്ദ രാജൻ, അമിത്, അനാമിക, ഗൗരി, അഭിഷേക്, ആരതി P നായർ എന്നീ കുട്ടികൾ കവിതകൾ ആലപിച്ചു. സംഘാടക സമിതി ചെയർമാൻ ശിവജി വെള്ളിക്കോത്ത് സ്വാഗതവും കൺവീനർ VV തുളസി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വിലക്കയറ്റം തടയണമെന്ന ആവശ്യം. RSP കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷനിലേക്ക് RSP ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു. കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം NK പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് RSP കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷനിലേക്ക് ബഹുജന മാർച്ച് നടത്തിയത്. കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്തിൽ പ്രതിദിനം 10 ലക്ഷം ലിറ്റർ വെള്ളം മദ്യനിർമ്മാണത്തിനു വേണ്ടി ഭൂജലം ചൂഷണം ചെയ്യുന്ന പദ്ധതിക്ക് MP രാജേഷും കേരള മന്ത്രിസഭയും അനുമതി കൊടുത്തു എന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്ന വ്യക്തമായിട്ടുള്ള അനുമതിയല്ലേ? ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് അതിന് താല്പര്യപത്രം ക്ഷണിച്ചില്ല? 2018 സമാന സ്വഭാവത്തിൽ ബ്രുവറിയും ഡിസ്റ്റിലറിയും അനുവദിക്കാൻ സംസ്ഥാന സർക്കാർ നീക്കം നടത്തിയപ്പോൾ അന്ന് താല്പര്യപത്രം ക്ഷണിച്ചിരുന്നു. പല കമ്പനികൾ ആവശ്യപ്പെട്ടിരുന്നു, പല കമ്പനികൾക്കായി കൊടുത്തു. അതിനെതിരെയായിരുന്നു അന്ന് സമരം നടത്തിയത്, പിൻവലിച്ചത്. 1999 നായനാർ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഇനി മുതൽ കേരളത്തിൽ ആരംഭിക്കേണ്ടതില്ല ബ്രൂവറിയും ഡിസ്റ്റിലറിയും എന്ന് തീരുമാനിച്ച നയം. കൂക്കൾ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വിനോദ് പെരുതടി, കുറിഞ്ഞി ബാലകൃഷ്ണൻ, MA ഷൗക്കത്ത്, ബാലകൃഷ്ണൻ നമ്പ്യാർ, മാത്യു കളത്തൂർ, C രാമചന്ദ്രൻ നായർ, S സോമൻ, റിജോ ആനന്ദ്, N വിജയൻ, രാജേഷ് രാഘവൻ, PR രാഘവൻ, നിതിൻ എന്നിവർ സംസാരിച്ചു. ഹരീഷ് P നമ്പ്യാർ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കോടോത്ത് തറവാട് പതിക്കാൽ കളിയാട്ടത്തിന് തുടക്കമായി. വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. വടക്കേ മലബാറിലെ ഏറ്റവും പ്രശസ്തമായ തറവാടാണ് കോടോത്ത് തറവാട്. 14 ഗ്രാമങ്ങളിലായി തറവാടിനുണ്ടായിരുന്ന 50,000-ൽ ഏറെ സ്ഥലവും 8 കെട്ടുകളും 10 ആയപ്പുരകളും ഒരു കാലഘട്ടത്തിന്റെ അടയാളങ്ങൾ ആയിരുന്നു. സ്വന്തമായി കഥകളി സംഘവും ഉണ്ടായിരുന്നു. 16 ആനകളും കൊത്തുപണികളോടുകൂടിയ ക്ഷേത്രവും തറവാടിന്റെ പ്രൗഢിയുടെ അടയാളങ്ങളായിരുന്നു. ഗുരുവായൂരിനടുത്തുള്ള വന്നേരിയിൽ നിന്ന് വന്ന കൊളത്തൂർ ഗ്രാമത്തിലെ വരിക്കുളത്ത് 8 കെട്ടിനോട് അനുബന്ധിച്ചുള്ള 40 അടി കളരിയിൽ ജീവസമാധിയായിരിക്കുന്ന ചന്ദ്രശേഖരൻ ഗുരുക്കളാണ് തറവാട് സ്ഥാപിച്ചത്. കോടോത്ത് ക്ഷേത്രം, കുണ്ടംകുഴി ക്ഷേത്രം, വരിക്കുളം ലക്ഷ്മി നാരായണ മഠം എന്നിവ തറവാടിന് കീഴിലാണ്. 3 ദിവസങ്ങളിലായി കോടോത്ത് തറവാട് കളരി പതിക്കാലിൽ നടന്ന കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനം കുറിച്ചു. ചരളത്ത് ഭഗവതി, വിഷ്ണുമൂർത്തി, പാടാർകുളങ്ങര ഭഗവതി, കോടോത്ത് ചാമുണ്ടിയമ്മ എന്നീ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു.
അനുഗ്രഹം ഏറ്റുവാങ്ങാനായി നിരവധി ആളുകളാണ് തറവാട് സന്നിധിയിലേക്ക് എത്തിച്ചേർന്നത്. ന്യൂസ് ബ്യൂറോ, കോടോത്ത്. മെഡിസെപ് സർക്കാർ വിഹിതത്തോടെ കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കണമെന്ന ആവശ്യം സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും പണിമുടക്ക് നടത്തി. കുടിശ്ശികയായ 6 ഗഡു ക്ഷാമബത്ത അനുവദിക്കുക, തടഞ്ഞുവെച്ച ലീവ് സറണ്ടർ ആനുകൂല്യം പുനഃസ്ഥാപിക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും പണിമുടക്ക് നടത്തിയത്. പണിമുടക്കിയ ജീവനക്കാർ ഹോസ്ദുർഗ് മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് പ്രകടനവും പൊതുയോഗവും നടത്തി. പൊതുയോഗം KPSTA സംസ്ഥാന സെക്രട്ടറി GK ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. വഞ്ചന കാട്ടിയ സർക്കാരിനെതിരെ പ്രതികരിക്കുവാൻ ഇന്ന് സെറ്റോ സംഘടനകൾ മാത്രമാണുള്ളത്. നമുക്കറിയാം, ഇവിടെ സംസ്ഥാനം ഭരിക്കുന്ന ഭരണവിലാസ സംഘടനകൾ ഈ അവകാശ സമരങ്ങൾക്കെതിരെ മുഖത്തിരിച്ച് നടക്കുമ്പോൾ ഇവിടെ നമ്മുടെ CPI സംഘടന ഉൾപ്പെടുന്ന അവരുടെ സംഘടനകൾ ഇന്ന് സമരത്ത് വന്നത് നമ്മൾ ഏറെ അഭിനന്ദിക്കുകയാണ്. അവർക്കെങ്കിലും അല്പം വിവേകം ഉദിച്ചതിൽ നമുക്കേറെ സന്തോഷമുണ്ട്. ഇവിടെ NGO യൂണിയൻകാരും KSTക്കാരും ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ ആവശ്യങ്ങൾക്കെതിരെ സ്വന്തം അണികളെ വഞ്ചിച്ചുകൊണ്ട് സർക്കാരിനെ നിലനിർത്തുക എന്നുള്ള ഉദ്ദേശവുമായിട്ട് സ്വന്തം അണികളെ വഞ്ചിക്കുന്ന അവരുടെ നിലപാട് തീർച്ചയായും നാം തുറന്നു കാട്ടണം. സെറ്റോ താലൂക്ക് ചെയർമാൻ ബ്രിജേഷ് പൈനി അധ്യക്ഷത വഹിച്ചു. NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സുരേഷ് പെരിയങ്ങാനം, K അശോക് കുമാർ, KPSTA സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ K അനിൽകുമാർ, അലോഷ്യസ് ജോർജ്, KGOU ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ പ്രമോദ്, NGO അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി M ശ്രീനിവാസൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. സെറ്റോ താലൂക്ക് കൺവീനർ നികേഷ് മാടായി സ്വാഗതവും NGOA തൃക്കരിപ്പൂർ ബ്രാഞ്ച് പ്രസിഡന്റ് ബാബുരാജൻ നന്ദിയും അറിയിച്ചു. പ്രകടനത്തിന് VTP രാജേഷ്, MV നികീഷ്, സുനിൽകുമാർ PV, റെനിൽസൺ തോമസ്, ഷഫീഖ് സഞ്ജീവൻ, VK പ്രഭാവതി, പ്രിയ MK, സുജിത് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചെറുവത്തൂർ ചക്രപുരം നരസിംഹ ലക്ഷ്മിനാരായണ ശ്രീകൃഷ്ണ ക്ഷേത്രം ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ജനുവരി 24 മുതൽ 31 വരെ ക്ഷേത്രത്തിൽ നടക്കും. ജനുവരി 24 വൈകുന്നേരം ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് ഭദ്രദീപം കൊളുത്തി യജ്ഞം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ പെരികമന ജയകൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് 7 ദിവസം നീളുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നടത്തുക. 24 വൈകുന്നേരം 5 മണിക്ക് ആചാര്യ വരണം. തുടർന്ന് ശ്രീമദ് ഭാഗവത മഹാത്മ്യം പെരികമന ജയകൃഷ്ണൻ നമ്പൂതിരിയുടെ പ്രഭാഷണം നടത്തും. 25-ന് 6 മുതൽ വിഷ്ണു സഹസ്രനാമം, തുടർന്ന് ക്ഷേത്ര ഭാരവാഹികളും മാതൃസമിതിയും ചേർന്ന് നെയ്വിളക്ക് സമർപ്പണം നടത്തും. 7 ദിവസങ്ങളിലായി സപ്താഹ യജ്ഞം നടക്കും. ജനുവരി 29-ന് വൈകുന്നേരം 5 മണിക്ക് രുക്മിണി സ്വയംവര ഘോഷയാത്ര നടക്കും. ജനുവരി 31-ന് അഭീഷ്ടസിദ്ധിക്കും സർവൈശ്വര്യത്തിനും യജ്ഞവേദിയിൽ പറനിറയ്ക്കൽ നടക്കും. ശ്രീ ചക്രപുരം ശ്രീ നരസിംഹ ലക്ഷ്മിനാരായണ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഈ വരുന്ന ജനുവരി 24 തൊട്ട് 31 വരെ പെരിമന ജയകൃഷ്ണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ശ്രീ ഭാഗവത സപ്താഹയജ്ഞം നടക്കുകയാണ്. അതിലേക്കായി മുഴുവൻ ഭക്തജനങ്ങളെയും ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. വാർത്താ സമ്മേളനത്തിൽ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ കരിമ്പിൽ കൃഷ്ണൻ, ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി M മനീഷ് കുമാർ, സപ്താഹ കമ്മിറ്റി ചെയർമാൻ മണിലാൽ, ട്രസ്റ്റ് അംഗങ്ങളായ ഇടയിലും രാധാകൃഷ്ണൻ നമ്പ്യാർ, PT ഹരിഹരൻ, ഉമേശൻ ചക്രപുരം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഒരിടവേള. Break the mold. Embrace your uniqueness. Unleash the extraordinary. Write your own story. One vow at a time. Celebrating Vivah by Shobika Weddings.
ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയാ. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും കണ്ണെഴുത്തുകോൺ. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം കാഞ്ഞങ്ങാട്. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോട്ടപ്പാറ കാഞ്ഞങ്ങാട്. വിദ്യാഭ്യാസ രംഗത്ത് ഉത്തര മലബാറിൽ അത്യുന്നതിയിലേക്ക് കുതിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അഫിലിയേറ്റഡ് ടു കണ്ണൂർ യൂണിവേഴ്സിറ്റി. ആധുനികവും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതുമായ മികച്ച ക്യാമ്പസ്, പരിചയസമ്പന്നരായ അധ്യാപകർ, മികച്ച ലൈബ്രറി, വാഹന സൗകര്യം എന്നിവ ഉറപ്പു നൽകുന്നു. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കോട്ടപ്പാറ, കാഞ്ഞങ്ങാട്. ജൈവജില്ലയായ കാസർഗോഡിന്റെ സ്വന്തം ജൈവവളം ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100% ജൈവരീതിയിൽ തയ്യാറാക്കുന്ന ജൈവവളം. ജൈവ ഘടകങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗിലൂടെ തയ്യാറാക്കുന്ന വളം നിങ്ങളുടെ ഏത് കൃഷിക്കും അത്യുൽപാദന ശേഷി ഉറപ്പുതരുന്നു. കൂടാതെ ജീവാണുവളം ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു. കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ച കക്കപ്പൊടി, ചാണകപ്പൊടി, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ്, കമുങ്ങ്, മാവ്, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു. സ്വന്തം ഫാമിൽ തയ്യാറാക്കുന്ന നാടൻ തേനും ലഭ്യമാണ്. ഇനി നിങ്ങളുടെ കൃഷിയും 100 മേനി വിളയട്ടെ. ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547 977188 8547 349188. വിദഗ്ധ ഡെർമറ്റോളജിസ്റ്റുകളുടെ സേവനവുമായി ചർമ്മ സൗന്ദര്യ സംരക്ഷണത്തിനായുള്ള അതിനൂതന സാങ്കേതിക വിദ്യയോടുകൂടിയ സ്കിൻ, ഹെയർ ആൻഡ് ലേസർ സെന്റർ ഇനി കാഞ്ഞങ്ങാടിന് സ്വന്തം. നിങ്ങളുടെ ചർമ്മം, മുടി, നഖം എന്നിവയെ ബാധിക്കുന്ന എല്ലാത്തരം രോഗങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം. പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, കാഞ്ഞങ്ങാട്. ഹൈഡ്ര ഫേഷ്യൽ, മെഡി ഫേഷ്യൽ, ബോട്ടോക്സ് ഫില്ലർ, ത്രെഡ് ലിപ്സ്, സോറിയാസിസ്, വെള്ളപ്പാണ്ടിനുള്ള ചികിത്സ, മുഖക്കുരുവും കറുത്ത പാടുകളും മാറുന്നതിനുള്ള നൂതന സ്കിൻ പീലുകൾ, ഫേഷ്യൽ റെജുവിനേറ്റർ, മുഖത്തും ദേഹത്തുമുള്ള പാടുകൾക്കുള്ള ചികിത്സ, കാർബൺ പീൽ, ടാറ്റു റിമൂവൽ, മറുക്, അരിമ്പാറ, പാലുണ്ണി എന്നിവയ്ക്കുള്ള ചികിത്സ, ലേസർ ഹെയർ റിഡക്ഷൻ, മുടികൊഴിച്ചിലിനുള്ള ചികിത്സ എന്നിങ്ങനെ എല്ലാത്തരം ചികിത്സാ സൗകര്യവും ലഭ്യമായ കാസർഗോഡ് ജില്ലയിലെ ഏക സ്ഥാപനം പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, നിയർ ഭീമ ജ്വല്ലറി, കാഞ്ഞങ്ങാട്. കോൺടാക്ട് നമ്പർ 9895 413 028. വാർത്തകൾ തുടരുന്നു. മണിപ്പൂരിൽ നടന്ന അക്രമങ്ങളും അനുബന്ധ സംഭവ വികാസങ്ങളും ഇന്ത്യക്ക് പുറത്തു പോലും ചർച്ച ചെയ്യപ്പെട്ടിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി 1 വർഷം കഴിഞ്ഞും ആ സംസ്ഥാനത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ലെന്നും പ്രത്യേകം തയ്യാറാക്കിയ വിമാനത്തിൽ കേരളത്തിലെത്തി ഒരു സിനിമാ നടന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ സമയം കണ്ടെത്തിയത് നാം കണ്ടതാണെന്നും ജോൺ ബ്രിട്ടാസ് MP അഭിപ്രായപ്പെട്ടു. CPM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ഇന്ത്യൻ ഭരണഘടന നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന വിഷയത്തിൽ കാലിക്കടവിൽ നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മണിപ്പൂരിൽ നടന്ന അക്രമങ്ങളും അനുബന്ധ സംഭവ വികാസങ്ങളും ഇന്ത്യക്ക് പുറത്തുപോലും ചർച്ച ചെയ്യപ്പെട്ടിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി 1 വർഷം കഴിഞ്ഞും ആ സംസ്ഥാനത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ലെന്നും പ്രത്യേകം തയ്യാറാക്കിയ വിമാനത്തിൽ കേരളത്തിലെത്തി ഒരു സിനിമാ നടന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ സമയം കണ്ടെത്തിയത് നാം കണ്ടതാണെന്നും ജോൺ ബ്രിട്ടാസ് MP അഭിപ്രായപ്പെട്ടു. ക്ഷേത്ര നിർമ്മാണവും അനുബന്ധ കാര്യങ്ങളുമൊക്കെയാണ് BJP പാർലമെന്റിൽ ചർച്ചയാക്കി വരുന്നത്. ജനകീയ പ്രശ്നങ്ങളൊന്നും ചർച്ചയാക്കാൻ ഭരണകൂടം തയ്യാറാകുന്നില്ല. ഇക്കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ കോൺഗ്രസും തയ്യാറാകുന്നില്ലെന്ന് MP പറഞ്ഞു. ഫെബ്രുവരി 5, 6, 7 തീയതികളിൽ കാഞ്ഞങ്ങാട് നടക്കുന്ന CPM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കാലിക്കടവിൽ ഇന്ത്യൻ ഭരണഘടന നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഒരു സംസ്ഥാനമായിട്ടുള്ള മണിപ്പൂർ കത്തി തുടങ്ങിയിട്ട് മാസങ്ങൾ കഴിഞ്ഞു, വർഷം പിന്നിട്ടു.
ഇന്നേ വരെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആ സംസ്ഥാനത്ത് കാലുകുത്തിയിട്ടില്ല. ഞാൻ പാർലമെന്റിൽ പ്രസംഗിക്കും പറഞ്ഞു, ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഒരു നടന്റെ മകളുടെ വിവാഹത്തിൽ സംബന്ധിക്കാൻ പ്രത്യേക വിമാനത്തിൽ കൊച്ചിയിൽ വന്ന് അവിടുന്ന് ഹെലികോപ്റ്ററിൽ തൃശ്ശൂർ വന്ന് ഒരു ദിവസവും 2 ദിവസവും മുടക്കാൻ സമയമുണ്ടായി. ഇന്ത്യയുടെ അതിർത്തിയിലുള്ള ഒരു സംസ്ഥാനം എങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഭാഗത്തേക്ക് പോകാൻ എന്തുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സ് വന്നില്ല? ഇ കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ VPP മുസ്തഫ, KV ജനാർദ്ദനൻ, മുൻ MP P കരുണാകരൻ, MV കോമൻ നമ്പ്യാർ, PC സുബൈദ, TV ഗോവിന്ദൻ, PP പ്രസന്നകുമാരി, P കുഞ്ഞിക്കണ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. അഡ്വക്കേറ്റ് P കൃഷ്ണൻ നായർ സ്മാരക ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ MT വാസുദേവൻ നായർ, P ജയചന്ദ്രൻ അനുസ്മരണം സംഘടിപ്പിച്ചു. പ്രശസ്ത കവി ആലങ്കോട് ലീലാകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. MTയുടെ സഹയാത്രികനായിരുന്ന കവി ആലങ്കോട് ലീലാകൃഷ്ണൻ MTയുടെ എഴുത്തുജീവിതം അവതരിപ്പിച്ചപ്പോൾ സദസ്സിന് വേറിട്ട അനുഭവമായി. MTയുടെ അമ്മയിൽ നിന്ന് ആരംഭിച്ച ഓർമ്മകളിലൂടെ ഏറ്റവും ഒടുവിലത്തെ MTയുടെ ജീവിതം വരെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇനിയും അറിയപ്പെടാത്ത MTയുടെ ലോകത്തേക്ക് ആസ്വാദകരെ എത്തിച്ചു. 4ാം ക്ലാസ് പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ പഠിപ്പിച്ച കുട്ടികൃഷ്ണൻ മാഷ്, MT കുട്ടികൃഷ്ണൻ മാഷ്, എനിക്കൊരു ബന്ധുവാണ്, MTയുടെ ആരാധകൻ മാഷാണ്. രക്തം പുരണ്ട മൺതരികൾ എന്ന കഥാപുസ്തകം എനിക്ക് വായിക്കാൻ പറ്റും. ഞാൻ MTയിലേക്ക് പ്രവേശിക്കുന്ന ആ മാഷിലൂടെ, മാഷത്തിനെ ആവേശത്തോടുകൂടെ MTയെ വായിച്ചാൽ നമുക്ക് പലതും മനസ്സിലാക്കാം. നോക്കൂ, ഈ അട്ടയക്കുന്നിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ കാണുന്നത് വരുമാനം എന്നാണ്, അതിൻ്റെ അപ്പുറത്താണ് MT എന്ന് പറയുമ്പോൾ മാഷ് കൂടുതൽ ആവേശം വരും. മാഷ് അത്ര ആരാധകർ. ആ ആരാധന 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയിലേക്ക് മാഷ്ക്ക് സംക്രമിപ്പിക്കാൻ പറ്റിയെന്നുള്ളതാണ് ആ അധ്യാപകൻ ചെയ്ത സേവ. അധ്യാപകന്മാരാണ് നമ്മളെ നന്നാക്കുന്നതും ചീത്തയാക്കുന്നതും. ഞാൻ സാഹിത്യകാരനും എഴുത്തുകാരനൊക്കെ ആയത് അധ്യാപകരെ കൊണ്ട് മാത്രമാണ്. എൻ്റെ വീട്ടിൽ നിന്ന് എഴുതാൻ തന്നെ. അങ്ങനെ ഞാൻ ഈ സ്കൂളിൻ്റെ മുകളിൽ അട്ടയക്കുന്നതിൽ നിന്ന് നോക്കിയപ്പോൾ ദൂരെ നാഴികൾക്കപ്പുറത്ത് നരിമണം കൊണ്ട് കാണാൻ ഒഴിഞ്ഞ പ്രദേശമാണ്. ആ കുന്നിൻ്റെ അപ്പുറത്ത് ഞാൻ കാണാത്ത കൂടല്ലൂരും ഞാൻ കാണാത്ത MTയും 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഹൃദയത്തെ കയറിയതാണ്. തുടർന്ന് ഭാവഗായകൻ P ജയചന്ദ്രനെ അനുസ്മരിച്ചു. കളിത്തോഴനിലെ ഗാനത്തിൽ തുടങ്ങി ഭാവതീവ്രമായ നിരവധി ഗാനശകലങ്ങൾ പാടിക്കൊണ്ടാണ് അദ്ദേഹം ജയചന്ദ്രനെ അനുസ്മരിച്ചത്. പ്രണയവും വിരഹവും ഏകാന്തതയുമെല്ലാം നിറഞ്ഞ ഗാനങ്ങൾ പാടിയപ്പോൾ സദസ്സ് കയ്യടികളോടെ സ്വീകരിച്ചു. ചടങ്ങിൽ ഗ്രന്ഥാലയ കമ്മിറ്റി പ്രസിഡന്റ് P പത്മനാഭൻ അധ്യക്ഷനായി. BJP ജില്ലാ ജനറൽ സെക്രട്ടറി വേലായുധൻ കൊടവലം, രാമകൃഷ്ണൻ നായർ നടുവിൽ വീട്, ഡോക്ടർ C ബാലൻ, ആനന്ദാശ്രമം ലയൺസ് ക്ലബ് പ്രസിഡന്റ് രാജൻ മീങ്ങോത്ത്, രമ രാമകൃഷ്ണൻ, PV ശ്യാമള ടീച്ചർ എന്നിവർ സംസാരിച്ചു. മാടിക്കാൽ നാരായണൻ സ്വാഗതവും അനിൽ പുളിക്കാൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. BJP കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റായി M പ്രശാന്ത് ചുമതലയേറ്റു. ജില്ലാ ജനറൽ സെക്രട്ടറി A വേലായുധൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. BJP കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റായി M പ്രശാന്ത് ചുമതല ഏറ്റെടുത്തു. 2ാം തവണയാണ് പ്രശാന്ത് മണ്ഡലം പ്രസിഡന്റാകുന്നത്. ജില്ലാ ജനറൽ സെക്രട്ടറി A വേലായുധൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈ പഞ്ചായത്തിലടങ്ങിയ വെള്ളരിക്കുണ്ട് മണ്ഡലം എന്ന് 2ആയി വിഭജിക്കപ്പെട്ട് സംഘടനാ തലത്തിൽ കഴിഞ്ഞ 3 വർഷക്കാലമായി പ്രവർത്തിച്ചു വരികയാണ്. നമുക്കറിയാം, ഭാരതീയ ജനതാ പാർട്ടി വ്യവസ്ഥാപിതമായി എല്ലാ 3 വർഷക്കാലം കൂടുമ്പോൾ ബൂത്ത് തലം മുതൽ അഖിലേന്ത്യാ അധ്യക്ഷന്റെ തെരഞ്ഞെടുപ്പ് വരെ വളരെ സുഗമമായി ജനാധിപത്യപരമായ രീതിയിൽ വോട്ടെടുപ്പ് നടത്തി. പക്ഷെ യാതൊരുവിധ കോലാഹലങ്ങളുമില്ലാതെ വളരെ സുതാര്യമായി, വളരെ സുഗമമായി, വളരെ സന്തോഷത്തോടെ, സാഹോദര്യത്തോടെ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ട് ചുമതലയേൽക്കുന്ന ഒരു ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പരിപൂർണ ദേശീയ ജനാധിപത്യ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. N അശോക് കുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് M ബൽരാജ്, കർഷക മോർച്ച സംസ്ഥാന സെക്രട്ടറി E കൃഷ്ണൻ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ P പത്മനാഭൻ, ബിജി ബാബു, കൃഷ്ണൻ സാഗർ ചാത്തമത്ത്, അഡ്വക്കേറ്റ് അരവിന്ദൻ, അഡ്വക്കേറ്റ് രമേശ് യാദവ്, രവീന്ദ്രൻ മാവുങ്കാൽ, മോഹനൻ വാഴക്കോട്, സുധീഷ് മുത്തപ്പൻ തറ, കുസുമ ഹെഗ്ഡെ, HR ശ്രീധരൻ, CK വത്സൻ, ശോഭന ഏച്ചിക്കാണം, നാരായണി പ്രകാശൻ, MA കൃഷ്ണൻ, ചന്ദ്രൻ സെൻവി, പ്രസാദ് മിഥുല,
പ്രദീപ് കുമാർ മാവുങ്കാൽ, അനന്തൻ, CK സതി, സുനിത വീണ തുടങ്ങി നിരവധി നേതാക്കന്മാരും പ്രവർത്തകരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം ഒപ്പനയിൽ എ ഗ്രേഡ് നേടിയ ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീമിനെയും പരിശീലകരെയും ആദരിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം ഒപ്പനയിൽ എ ഗ്രേഡ് നേടിയ ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീമിനെയും പരിശീലകരെയും ആദരിച്ചു. ടീം അംഗങ്ങളായ ഫാത്തിമത്ത് നെഹദിയ ഫഹദ് അലി, സഫ ഇക്ബാൽ, റിഫ മൊയ്തു, ആദില ഖാദർ, ഫാത്തിമത്ത് ബാസിമ, നിദ മറിയം, ആമിനത്ത് സഫ്ല, ഫാത്തിമത്ത് ഫറ, സഫ്രീന AP, ഫാത്തിമ ഫിദ എന്നിവരും പരിശീലകരായ നവാസ് മാസ്റ്റർ, ഹാരിസ് മാസ്റ്റർ എന്നിവരും ആദരവ് ഏറ്റുവാങ്ങി. ശ്രീമതി സുധ PV, നമ്മുടെ സ്കൂളിൻ്റെ HM അസീസ് R, ഇവരെല്ലാവരും നമ്മുടെ വേദിയിലുണ്ട്. നമ്മൾ ഒപ്പന മത്സരത്തിൽ, സംസ്ഥാന തലത്തിൽ ഒപ്പന മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട് എ ഗ്രേഡ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പേരിലും മാനേജ്മെൻറ്റ് PTA സ്റ്റാഫ് അംഗങ്ങളുടെ പേരിലും നോൺ ടീച്ചിങ് സ്റ്റാഫ് അംഗങ്ങളുടെ പേരിലും മുഴുവൻ വിദ്യാർത്ഥികളുടെ പേരിലും എല്ലാവിധ അനുമോദനങ്ങളും ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. സ്കൂൾ മാനേജർ ഡോക്ടർ MA അബ്ദുൾ ഹഫീസ്, ചെയർമാൻ അഷ്റഫ് MB മൂസ, പ്രിൻസിപ്പൽ സുധ, ഹെഡ്മാസ്റ്റർ അസീസ്, PTA പ്രസിഡന്റ് ക്രസൻ മുഹമ്മദ് കുഞ്ഞി, മദർ PTA പ്രസിഡന്റ് ആയിഷത്ത് ഫർസാന, M ഹമീദ് ഹാജി, V അബ്ദുൾ റഹ്മാൻ, ഹസീന, രാഗി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഒരിടവേള. എന്താ ഡോക്ടർ, എനിക്കിന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ? ഓ, അതിനെന്താ, ഓഫ് കോഴ്സ്. കാഴ്ചയ്ക്കൊപ്പം കാഴ്ചപ്പാടും മാറുന്നു. ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ, തളിപ്പറമ്പ്, കാഞ്ഞങ്ങാട്, പയ്യന്നൂർ. Congratulations for your timely good service. All of your good nurses. നിങ്ങളെപ്പോലെ സമർത്ഥരായ നഴ്സുമാരെയാണ് ഈ ഹോസ്പിറ്റലിന് ആവശ്യം. മറ്റുള്ളവരുടെ വേദനകൾ സ്വന്തം വേദനയായി മാറ്റിയെടുത്ത് അവരെ സാന്ത്വനിപ്പിക്കാൻ മനസ്സുള്ളവരാണ് നഴ്സുമാർ. നിങ്ങൾ ഓരോരുത്തർക്കും ആ കഴിവ് ഞാൻ കാണുന്നു. നിങ്ങൾ പഠിച്ചത്, നിങ്ങളെ പഠിപ്പിച്ചത് യൂണിറ്റിയാണ്. ഞങ്ങളിപ്പോൾ അഭിമാനിക്കുന്നു, അതിലേറെ സന്തോഷിക്കുന്നു. ഞങ്ങൾക്ക് കിട്ടിയ ഈ അംഗീകാരം നമ്മുടെ യൂണിറ്റിക്ക് വേണ്ടി സമർപ്പിക്കുന്നു. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. മൻസൂർ ഹോസ്പിറ്റൽ 2 ദശാബ്ദക്കാലം ഉത്തര മലബാറിലെ ആരോഗ്യരംഗത്ത് പ്രൊഫഷണൽ എത്തിക്സിന്റെ മൂല്യങ്ങളുമായി ജനമനസ്സുകളുടെ ഹൃദയത്തുടിപ്പായി മാറിയ മൻസൂർ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണങ്ങളുമായി എന്നും മുൻപന്തിയിൽ തന്നെ. വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 100% ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി അണുവിമുക്ത ഉപകരണങ്ങളുമായി അത്യാധുനിക പ്രസവ ബ്ലോക്ക്, ICU, നിയോനാറ്റൽ ICU, ലാബ്, മെഡിക്കൽ സ്റ്റോർ ആൻഡ് മോസ്റ്റ് മോഡേൺ ഓപ്പറേഷൻ തിയേറ്റർ. Fully furnished AC and non-AC rooms with affordable rate. സേവന തത്പരരും അർപ്പണ മനോഭാവമുള്ള കരുത്തുറ്റ മാനേജ്മെന്റ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467220270. 7 lines. മൻസൂർ ഹോസ്പിറ്റൽ. ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ ആൻഡ് ഡിവിനിറ്റി. വിതരണ രംഗത്ത് വടക്കേ മലബാറിലെ ഏറ്റവും വലിയ ഷോറൂം മണി ഹോം നീഡ്സ്. വീട്ടമ്മമാരുടെ അഭിരുചിക്കിണങ്ങിയ വീട്ടുപകരണങ്ങളുടെ കലവറ. സ്റ്റീൽ, ഓട്, അലുമിനിയം പാത്രങ്ങൾ, മിക്സി, ഗ്രൈൻഡർ, ഓവൻ, കോക്കറി, നോൺ സ്റ്റിക്. വിദഗ്ധരായ തൊഴിലാളികൾ മെനഞ്ഞെടുത്ത ലക്ഷ്മി വിളക്ക്, ഉരുളി, നിലവിളക്ക്, കിണ്ടി, ക്ഷേത്രങ്ങളിൽ ആവശ്യമായ മണികൾ, പൂജാപാത്രങ്ങൾ, വലിയ വിളക്കുകൾ, കൂടാതെ
വ്യാപാരികൾ, ആരാധനാലയങ്ങൾ, കല്യാണ മണ്ഡപങ്ങൾ, ഡിന്നർ സെറ്റ്, ഹോട്ടലുകൾ എന്നിവയ്ക്ക് ആവശ്യമായ വലിയ അലുമിനിയം പാത്രങ്ങളും ഗ്യാസ് സ്റ്റൗവുകളും ഹോൾസെയിൽ വിലയിൽ ലഭിക്കുന്ന കാഞ്ഞങ്ങാട്ടെ ഏറ്റവും വലിയ പുതിയ സ്ഥാപനം മണി ഹോം നീഡ്സ്. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്, എന്റെ സ്വന്തം വീട്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. The master brain behind my dream. The magical bond between me and my home. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. ആരത്? നസീമേ, ഇജ്ജ് കേറി മോളെ. എല്ലാ പാപ്പക്ക് ഇത്രയും ദൂരമില്ലെല്ലാം കാണും. പിന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിലെ കണ്ണാടയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എന്നെ ചെറുപ്പാക്കുന്നതും നിന്നെ വലുപ്പാക്കുന്നതും ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. നിങ്ങൾക്കും പോയിക്കൂടെ ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിൽ? എന്റെ സെമീറ, ഞാനിത് ഇപ്പൊ തന്നെ പോലായി. നേത്ര ചികിത്സാ രംഗത്ത് നൂതന സാങ്കേതിക തികവുമായി കാഞ്ഞങ്ങാട് നഗരത്തിൽ 10 വർഷം പൂർത്തിയാക്കുന്നു ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ബിഗ് മാൾ, കാഞ്ഞങ്ങാട്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ: ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കോട്ടച്ചേരി. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, പരപ്പ. ഐ ട്രസ്റ്റ് ഒപ്റ്റിക്കൽസ്, മാണിക്കോട്. വാർത്തകൾ തുടരുന്നു. കുമ്പള ഇമാം ഷാഫി ഇസ്ലാമിക് അക്കാദമി വാർഷികാത്മീയ സംഗമം 23, 24, 25 തീയതികളിൽ അക്കാദമി ക്യാമ്പസിൽ വിവിധ പരിപാടികളോടെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആത്മീയ സംഗമത്തിന്റെ ഭാഗമായി സിയാറത്ത്, പതാക ഉയർത്തൽ, ഖത്മുൽ ഖുർആൻ, ത്രെഡ് എക്സ്പോ, ഹോം കമ്മിങ് മജ്ലിസ് നൂർ, ഇഷ്ക് മജ്ലിസ്, മഹല്ല് പ്രാസ്ഥാനിക സംഗമം, ഇമാം ഷൗഫി മൗലീദ്, മതപ്രഭാഷണം, ഇത്തിസാൽ, സമാപന സംഗമം എന്നിവയാണ് പ്രധാന പരിപാടികൾ. 23-ന് രാത്രി 7-ന് ഉദ്ഘാടന സംഗമം സയ്യിദ് KS അലി തങ്ങൾ കുമ്പോൾ ഉദ്ഘാടനം ചെയ്യും. 24-ന് വൈകിട്ട് 4-ന് മഹല്ല് പ്രാസ്ഥാനിക സംഗമം AKM അഷ്റഫ് MLA ഉദ്ഘാടനം ചെയ്യും. 25-ന് ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ഇത്തിസാൽ കുടുംബ സംഗമവും സമാപനവും സമസ്ത പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. KL അബ്ദുൽ ഖാദർ അൽ ഖാസിമി, മൂസ ഹാജി കൊഹിനൂർ, അബൂബക്കർ സാലൂദ് നിസാമി, PV സുബൈർ നിസാമി, അബ്ദുൽ റഹ്മാൻ ഹൈതമി, അലി ദാരിമി, ഖലീൽ അഷാഫി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 2025 നവംബറിൽ പൂർത്തീകരിക്കുന്ന പദ്ധതിക്ക് മുൻഗണന നൽകി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതി വർക്കിംഗ് ഗ്രൂപ്പ് പൊതുയോഗം സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2025-26 വാർഷിക പദ്ധതിയുടെ ഭാഗമായുള്ള വർക്കിംഗ് ഗ്രൂപ്പ് പൊതുയോഗം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലാണ് നടന്നത്. ദീർഘവീക്ഷണത്തോടെയുള്ള സുസ്ഥിര വികസന പദ്ധതികൾക്ക് രൂപം കൊടുക്കുന്നതോടൊപ്പം 2025 നവംബറിൽ പൂർത്തീകരിക്കാൻ കഴിയുന്ന പദ്ധതികൾക്ക് മുൻഗണന നൽകുമെന്ന് വർക്കിംഗ് ഗ്രൂപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മണികണ്ഠൻ പറഞ്ഞു. ആ ഒരു വലിയ സാമ്പത്തിക പരിമിതി നമ്മളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ഇത് വിനിയോഗിക്കുവാനുമായി ബന്ധപ്പെട്ടുള്ള അധികാരത്തിന്റെ പരിമിതിയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒട്ടേറെ പരിമിതിക്കകത്തു നിന്നുകൊണ്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് എന്നുള്ള ഈ സംവിധാനം പ്രവർത്തിച്ചു കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ പരിമിതികളെ മറികടക്കാൻ സാധിക്കുന്ന വിധത്തിലേക്ക് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും എല്ലാം ചേർന്നുകൊണ്ടുള്ള സംയുക്ത പ്രോജക്റ്റുകൾ തയ്യാറാക്കി നടപ്പിലാക്കുന്ന കാര്യത്തിലും സംയോജിത പദ്ധതികൾ രൂപം കൊടുക്കുന്ന കാര്യത്തിലായാലും അതുപോലെ തന്നെ ഓരോ കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ടുള്ള നൂതന പദ്ധതികൾ ആവിഷ്കരിക്കുന്ന കാര്യത്തിലും വൈസ് പ്രസിഡന്റ് KV ശ്രീലത അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M അബ്ദുൾ റഹ്മാൻ പദ്ധതി വിശദീകരണം നടത്തി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K സീത, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ M കുമാരൻ, T ശോഭ, S പ്രീത, P ലക്ഷ്മി, പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നാസ്നിൻ വഹാബ്, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി S ഹരികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തനിമ കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ രവീന്ദ്രൻ രാവണീശ്വരത്തിന്റെ ഇന്ത്യൻ സ്വസ്തികയുടെ നിഴൽ എന്ന പുസ്തകം ചർച്ച ചെയ്തു. കാസർഗോഡ് ഡയലോഗ് സെന്ററിൽ സംഘടിപ്പിച്ച പരിപാടി മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി A അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു.
കാസർഗോഡിൻ്റെ സായാഹ്നത്തിന് സാഹിത്യ നിറവേകി തനിമ കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ രവീന്ദ്രൻ രാവണേശ്വരത്തിൻ്റെ ഇന്ത്യ സ്വസ്തികയുടെ നിഴലിൽ എന്ന പുസ്തകം ചർച്ച ചെയ്തു. കാസർഗോഡ് ഡയലോഗ് സെന്ററിൽ നടന്ന പുസ്തക ചർച്ചയിൽ എഴുത്തുകാരും സാഹിത്യ സ്നേഹികളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. സത്യാനന്തരകാലത്ത് സത്യം വിളിച്ചു പറയുന്ന പത്രപ്രവർത്തനം ശക്തമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് തെളിയിക്കുന്നതാണ് ഇന്ത്യ സ്വസ്തികയുടെ നിഴലിൽ എന്ന പുസ്തകം. കുറെ ചരിത്ര സത്യങ്ങളെ വെളിപ്പെടുത്തുന്ന ബൃഹത്തായ ഈ പുസ്തകത്തെക്കുറിച്ച് വിശദമായ ചർച്ച തന്നെ നടന്നു. ചരിത്രത്തിൽ നാം നടന്നുവന്ന വഴികളിലും നടന്നുകൊണ്ടിരിക്കുന്ന വഴികളിലും എത്രമാത്രം അപകടം പതിയിരിക്കുന്നു എന്ന് നമ്മുടെ കൂടെ നടന്ന് കാണിച്ചു തരികയാണ് എഴുത്തുകാരനെന്ന് പുസ്തകത്തെക്കുറിച്ച് ചർച്ചയുണ്ടായി. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി എ അബ്ദുറഹ്മാൻ പുസ്തക ചർച്ച ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ ഒരു പുസ്തകമല്ല രവീന്ദ്രനെ പ്രേരിപ്പിച്ച എഴുത്തുകാരൻ എന്നാണെങ്കിൽ പോലും തീർച്ചയായും ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ നിങ്ങളെല്ലാവരെയും സാക്ഷി നിർത്തിക്കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ ഞാനൊരു ബിഗ് സല്യൂട്ട് നൽകാൻ ആഗ്രഹിക്കുകയാണ്. അഷ്റഫ് അലി ചേരങ്കൈ അധ്യക്ഷത വഹിച്ചു. KPS വിദ്യാനഗർ സ്വാഗതം പറഞ്ഞു. അബൂത്വായി പുസ്തക പരിചയം നടത്തി. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി P. ദാമോദരൻ, സാഹിത്യവേദി പ്രസിഡന്റ് AS മുഹമ്മദ് കുഞ്ഞി, അഡ്വക്കേറ്റ് V. സുരേഷ് ബാബു, എരിയാൽ അബ്ദുള്ള എന്നിവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. അഡ്വക്കേറ്റ് VM മുനീർ, മധു S. നായർ, MA നജീബ്, ഡോക്ടർ K. ചന്ദ്രൻ, BK മുഹമ്മദ് കുഞ്ഞി, സലാം ചൗക്കി, KB അബൂബക്കർ, ഷാഫി സിദ്ധക്കട്ട, ശശി SKT, സലീം സന്ദേശം, രവീന്ദ്രൻ പാടി, റഹീം തെരുവത്ത്, അബ്ദുൽ ലത്തീഫ് കുന്നിൽ അബ്ദുല്ല, അച്ചു കാസർഗോഡ്, ബഷീർ കൊല്ലമ്പാടി തുടങ്ങിയവരടങ്ങുന്ന വലിയൊരു സാംസ്കാരിക സദസ്സ് തന്നെ പുസ്തക ചർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാനുള്ള സർക്കാർ തീരുമാനം നടപ്പിലാക്കി പഴയ പെൻഷൻ പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം. ജോയിന്റ് കൗൺസിലിംഗിന്റെ നേതൃത്വത്തിൽ ജീവനക്കാരും അധ്യാപകരും പണിമുടക്കി. പണിമുടക്കിൽ പങ്കെടുത്ത ജീവനക്കാർക്കും അധ്യാപകർക്കും അഭിവാദ്യം അർപ്പിച്ച് അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷനിലേക്ക് പ്രകടനം നടത്തി. പ്രകടനത്തിന് ശേഷം നടന്ന പൊതുയോഗം AKSTU സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കണമെന്നതാണ് നമ്മുടെ ഡിമാൻഡ്. പങ്കാളിത്ത പെൻഷൻ പദ്ധതി 2013 ഏപ്രിൽ 1 മുതൽ നടപ്പിലാക്കിയ ഈ കേരളത്തിൽ അത് നടപ്പിലാക്കിയത് UDF ആണ്. നടപ്പിലാക്കിയവർ തന്നെയാണ് ഇന്ന് ഒരു വിഭാഗം മറ്റൊരു വിഭാഗം ഇന്ന് പണിമുടക്കിൽ പങ്കെടുത്തുകൊണ്ട് പ്രകടനം നടത്തുന്നത്. പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ LDF 2016 അധികാരത്തിൽ വന്ന സമയത്ത് തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ LDF തയ്യാറാക്കിയ പ്രകടന പത്രികയിൽ ഒരു വാഗ്ദാനമായിരുന്നു ഈ പറയുന്ന പങ്കാളിത്ത പെൻഷൻ പദ്ധതി അവസാനിപ്പിക്കുമെന്ന്. ഞങ്ങൾ ഈ കേരളത്തിലെ സർക്കാരിന് എതിരല്ല. ഞങ്ങൾ ഉൾപ്പെടെ നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാരാണ് ഈ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പറയേണ്ട കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയുക എന്നത് സമരസമിതി പ്രസ്ഥാനത്തിന്റെ രീതിയാണ്. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം യമുന രാഘവൻ, KGOF ജില്ലാ സെക്രട്ടറി ഷിജോ എന്നിവർ സംസാരിച്ചു. സമരസമിതി നേതാക്കന്മാരായ രാജീവൻ MT, വിനയൻ കല്ലത്ത്, P. രാജൻ, സുരേഷ് ബാബു K, VV പ്രദീപ് കുമാർ, പ്രീത K, ശ്രീജി തോമസ്, സുനിൽ കുമാർ, ഗോകുൽ KJ, K. രാധാകൃഷ്ണൻ, രാജേഷ് ഓൾനടിയൻ, സുപ്രഭ AK, അജയ്കുമാർ, TA സജിത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മാക്കരംകോട്ട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെയും നാഗപ്രതിഷ്ഠാ ദിനത്തിന്റെയും ഭാഗമായാണ് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നത്. മാക്കരംകോട്ട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവവും നാഗപ്രതിഷ്ഠാ ദിനവും ഭക്തിയുടെ നിറവിൽ നടന്നു. ഇരുവിൽ മാധവൻ വാഴുന്നവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ഉത്സവാഘോഷ പരിപാടികളുടെ ഭാഗമായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. വാരിക്കാട്ടിലും അരയാൽ തറയ്ക്കാൽ വിഷ്ണുമൂർത്തി ദേവസ്ഥാനത്തു നിന്നും പുറപ്പെട്ട ഘോഷയാത്രയിൽ ചെണ്ടമേളം, മുത്തുകുട എന്നിവയുടെ അകമ്പടിയോടുകൂടി നിരവധി പേർ അണിനിരന്നു.
തുടർന്ന് അന്നദാനവും വിവിധ പൂജാതി കർമ്മങ്ങളും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പെരളം ഇടയിൽ വീട് താനത്ത് വളപ്പ് തറവാട് ഗൃഹപ്രവേശ ചടങ്ങ് ഭക്തിയുടെ നിറവിൽ ഫെബ്രുവരി 10-11 തീയതികളിലായി കളിയാട്ട മഹോത്സവം നടക്കും. അള്ളട സ്വരൂപാതിതൻ മടിയൻ ക്ഷേത്രപാലകനീശ്വരന്റെ അമരഭൂമിയിൽ അടൂട്ട് മൂത്തേടത്ത് കുതിര പഴയ സ്ഥാനം പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനം 4 അവകാശികളിൽ പുള്ളിക്കരിങ്കാളിയമ്മയുടെ നർത്തക സ്ഥാനവും വിളക്കും തളിക അവകാശവും നടത്തിവരുന്ന തറവാടുകളാണ് ഇടയിൽ വീട് സ്ഥാനത്ത് വളപ്പ് തറവാടുകൾ. തൊണ്ടച്ചനും പരിവാരങ്ങളും കുടികൊള്ളുന്നതും അടൂട്ട് പഴയ സ്ഥാനത്തിന് പിറകുവശത്തായി സ്ഥിതി ചെയ്യുന്നതുമായ താനത്ത് വളപ്പ് തറവാടും കുടുംബാംഗങ്ങളുടെ ആകെ ധർമ്മദൈവമായ മുളവൻ ഭഗവതിയും കൂടെയുള്ളവരും വിഷ്ണുമൂർത്തിയും ചാമുണ്ടിയമ്മയും കാർന്നോൻ ദൈവവും കുടുംബാംഗങ്ങൾക്കൊക്കെ നാഥനായി ഇടയിൽ വീട്ടിൽ പൊട്ടൻ ദൈവവും കുടികൊള്ളുന്ന പെരളം ഇടയിൽ വീട് തറവാടും കൂടിയാണ് ഇടയിൽ വീട് താനത്ത് വളപ്പ് തറവാട്. തറവാട് ഭവനത്തിന്റെ ഗൃഹപ്രവേശ ചടങ്ങ് ഭക്തിയുടെ നിറവിൽ നടന്നു. ഫെബ്രുവരി 10-11 തീയതികളിലായി കളിയാട്ട മഹോത്സവവും നടക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പെരിയാർ ശ്രീനാരായണ കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് SN ഫെസ്റ്റിന്റെ ഭാഗമായി അണ്ടർ-18 സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ് മെമ്പർ ഡോക്ടർ A അശോകൻ ഉദ്ഘാടനം ചെയ്തു. പെരിയാർ ശ്രീനാരായണ കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ ആഭിമുഖ്യത്തിൽ SN ഫെസ്റ്റിന്റെ ഭാഗമായി അണ്ടർ-18 സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ശ്രീനാരായണ കോളേജ് സ്പോർട്സ് ഗ്രൗണ്ടിൽ വെച്ച് നടന്ന മത്സരം കോളേജ് പ്രിൻസിപ്പൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ് മെമ്പർ ഡോക്ടർ A അശോകൻ ഉദ്ഘാടനം ചെയ്തു. 24ാം പാർട്ടി കോൺഗ്രസ് 2025 ഏപ്രിൽ മാസം 2 മുതൽ മധുരയിൽ വെച്ച് നടക്കുകയാണ്. അതിൻ്റെ മുന്നോടിയായിട്ടുള്ള പാർട്ടിയുടെ ബ്രാഞ്ച് സമ്മേളനം 2024 സെപ്റ്റംബർ മുതലാണ് ആരംഭിച്ചത്. ആ സമ്മേളനം ജില്ലാ സമ്മേളനങ്ങളിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഈ കഴിഞ്ഞ സമ്മേളനങ്ങളിലെല്ലാം വലിയ തോതിലുള്ള ജനപങ്കാളിത്തം വ്യത്യസ്തങ്ങളായ പരിപാടികളിലൂടെ ജനങ്ങളെയാകെ ഈ പ്രസ്ഥാനം സംഘടിപ്പിക്കുന്ന പരിപാടികളുമായി കൂട്ടിയിണക്കിക്കൊണ്ട് ഒരു വലിയ ജനകീയമായ ഒരു മുന്നേറ്റം ഇതിലൂടെ കൈവരിക്കാൻ പാർട്ടിക്ക് ഇതിനകം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ശ്രീനാരായണ കോളേജ് വൈസ് ചെയർമാൻ VVK ബാബു അധ്യക്ഷത വഹിച്ചു. സീനിയർ അധ്യാപകൻ നാരായണ പണിക്കർ, എക്കണോമിക് വിഭാഗം മേധാവി രതീഷ്, അഡ്മിനിസ്ട്രേഷൻ വിഭാഗം മേധാവി പങ്കജ് ഐകോമത്ത്, സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ പ്രേമരാജൻ PK, അഡ്മിനിസ്ട്രേഷൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ കിഷോർ നാരായണൻ, കോളേജ് സൂപ്രണ്ട് മനോഹരൻ C എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. പരിപാടിക്ക് കൊമേഴ്സ് അസിസ്റ്റന്റ് പ്രൊഫസറും പ്രോഗ്രാം കോർഡിനേറ്ററുമായ ശ്രീജിത്ത് NJ നന്ദി പറഞ്ഞു. 16 ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റിന്റെ സമാപന ചടങ്ങ് പുല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. മത്സരത്തിൽ 1ാം സ്ഥാനം AKG മടിക്കയും 2ാം സ്ഥാനം റെയിൻബോ കോടോത്തും സ്വന്തമാക്കി. പുല്ലൂർ പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദാക്ഷൻ, കോളേജ് പ്രിൻസിപ്പൽ ലത ES എന്നിവർ ചേർന്ന് വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഉപ്പിലിക്കൈ വനശാസ്ത്ര കാവ് പുനരുദ്ധാരണം ഫണ്ട് ഉദ്ഘാടനം നടന്നു. കാവ് സെക്രട്ടറി KV ഗോപിനാഥൻ, നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ EV സുധാകരന് ഫണ്ട് കൈമാറി ഉദ്ഘാടനം ചെയ്തു. 1600 വർഷം പഴക്കമുള്ളതും ഉപ്പിലിക്കൈ പ്രദേശത്തെ കാർഷിക സാമൂഹിക സംരക്ഷണത്തിന് മുഖ്യ പങ്ക് വഹിക്കുകയും ചെയ്തിരുന്ന ഉപ്പിലിക്കൈ വനശാസ്ത്ര കാവിൻ്റെ 2027 കാവ് തന്ത്രി ബ്രഹ്മശ്രീ മേക്കാട്ടില്ലത്ത് കേശവ പട്ടേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന പുനരുദ്ധാരണ പ്രവർത്തനത്തിനായുള്ള ധനശേഖരണ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം നടന്നു. ജനകീയ പങ്കാളിത്തത്തിൽ കാവ് പരിസരത്ത് നടന്ന ചടങ്ങിൽ വെച്ച് കാവ് സെക്രട്ടറി KV ഗോപിനാഥൻ, നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ EV സുധാകരന് ഫണ്ട് കൈമാറി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് കാവ് കമ്മിറ്റി അംഗങ്ങൾ, നിർമ്മാണ കമ്മിറ്റി അംഗങ്ങൾ, മാതൃസമിതി അംഗങ്ങൾ, പൊതുജനങ്ങൾ തുടങ്ങി നിരവധി ആളുകൾ സംഭാവനകൾ നൽകി. നമ്മളെ പ്രധാന ക്ഷേത്രത്തിൻ്റെ പണി ഏകദേശം പൂർത്തിയായിരിക്കുകയാണ്. മറ്റു കാര്യങ്ങളും അതിനുശേഷം ചെയ്യേണ്ട ചുറ്റമ്പലം, മറ്റു ഉപദേവതമാരുടെ പീഠങ്ങൾ എന്നിവ ഉണ്ടാക്കുന്നതിനും മറ്റും നാട്ടുകാരുടെ ഒരു സമഗ്രമായ ഒരു സംഭാവന പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരം ഒരു പ്രവൃത്തി നടത്തി വരുന്നത്. നമ്മുടെ എല്ലാ പ്രവൃത്തികൾക്കും ശക്തനായ
മനഃശാസ്താവിൻ്റെ പിന്തുണയും സഹായവും എല്ലാം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ ഇ വി സുധാകരൻ അധ്യക്ഷനായി. ക്ഷേത്രം പ്രസിഡന്റ് കെ മാധവൻ, ജനറൽ കൺവീനർ പി രവീന്ദ്രൻ, ഇ വി വിജയൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉള്ളാൾ സഹകരണ ബാങ്കിലെ കവർച്ചാ കേസിൽ കൂടുതൽ പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതം. കർണാടകയിൽ കൊള്ളയും കൊലപാതകവും തട്ടിക്കൊണ്ടുപോകലും തുടർക്കഥയാവുന്നതിൽ ആശങ്ക ഉയരുന്നു. കാസർഗോഡ് മൊഗ്രാലിൽ മുൻ ഭാര്യയുമായി സൗഹൃദമുണ്ടെന്ന് ആരോപിച്ച് ഓട്ടോ ഡ്രൈവറെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമം. സംഭവത്തിൽ കൊലക്കേസ് പ്രതിയും കൂട്ടാളിയും അറസ്റ്റിൽ. പൂച്ചക്കാട് അബ്ദുൾ ഗഫൂർ ഹാജി വധക്കേസിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കാൻ അന്വേഷണ സംഘം. കേസിൽ അറസ്റ്റിലായ 4 പ്രതികളുടെയും ശബ്ദപരിശോധന പൂർത്തിയായി. CPM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി CPIM അച്ചാനൂർ ലോക്കൽ സംഘാടക സമിതി സർഗജ്വാല കാവ്യസായാഹ്നം സംഘടിപ്പിച്ചു. വിലക്കയറ്റം തടയണമെന്ന ആവശ്യം RSP കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷനിലേക്ക് RSP ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു. കോടോത്ത് തറവാട് പതിക്കാൽ കളിയാട്ടത്തിന് തുടക്കമായി. വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. മെഡിസെപ് സർക്കാർ വിഹിതത്തോടെ കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കണമെന്ന ആവശ്യം. സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും പണിമുടക്ക് നടത്തി. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.